എല്ലാവർക്കും നമസ്കാരം. NRJ ക്രിയേറ്റീവ്സിൻ്റെ ബിസിനസ് ടിപ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ചെയ്ത നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളായിട്ട് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ബിസിനസ് തുടങ്ങാൻ ഏതൊരു വ്യക്തിക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണത്തെ നമ്മൾ ആവശ്യം അഥവാ നീഡ് എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ നീഡിനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തെ. ഒന്ന് അതിനെ ലയബിലിറ്റി എന്ന് നമ്മൾ തരംതിരിക്കുന്നു. രണ്ടാമത്തേത് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തേത് ഡ്രീംസ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാധ്യതകൾ. ഈ ബാധ്യതകളുടെ അടുത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോണിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ. ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പഠനം, അവരുടെ വിവാഹം, പിന്നെ ഫുഡ്, ഡ്രസ്സ്, എക്സെട്ര എക്സെട്ര. അതായത് ഡേ ടു ഡേ എക്സ്പെൻസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് നമ്മളുടെ സ്വപ്നങ്ങൾ, വീട്, സ്ഥലം, കാറ്, ടൂ വീലർ, ഗോൾഡ്, എക്സെട്ര എക്സെട്ര. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യക്തമാകാം നിങ്ങൾ എന്തിനു വേണ്ടി ഈ ഒരു ബിസിനസ്. ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സംരംഭം എന്നല്ല, നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോ സംരംഭങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. ചില ആളുകൾക്ക് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഒരു വരുമാനം ആവശ്യമുണ്ട്. ചില ആളുകൾക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി നിറവേറുന്നതിന് വേണ്ടി, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി അവർക്ക് വരുമാനം ആവശ്യമുണ്ട്. ചില ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വരുമാനം ആവശ്യമുണ്ട്. ഈ മൂന്ന് കാറ്റഗറിയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ നീഡ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ ലയബിലിറ്റീനെ, ഒന്ന് നമ്മളുടെ ഡ്രീംസിന്. ഇതൊരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇതിന് 100% നമുക്ക് പണം വേണം, വരുമാനം വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് നിർവഹിച്ച് കൃത്യമായി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും പല സമൂഹത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ, ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങൾ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നുകൂടുന്ന അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് പല കുടുംബങ്ങളിലും കണ്ടുവന്നിരുന്നത്. എൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു. അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മക്കളെ വളർത്തുന്നതിന് വേണ്ടി, എന്നെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ അവർ ഉപേക്ഷിച്ചു, റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വന്നപ്പോഴത്തേക്കും അവർക്ക് ബാധ്യതകൾ വന്നു. കാരണം അവരുടെ വരുമാനത്തിനനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് മെല്ലെ ലയബിലിറ്റി വന്നു തുടങ്ങി. ഇത് ഒരു സാധാരണഗതിയിലുള്ള മിക്ക കുടുംബങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്നോണം നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതിനും നിറവേറ്റുന്നതിനും എങ്ങനെയൊക്കെ നമുക്ക് വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ടിപ്സിലൂടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. ഇത് നിങ്ങൾക്കറിയാം, ഇത് നിങ്ങളുടെ ആവശ്യമാണെന്നും ഇത് നിങ്ങളുടെ ലയബിലിറ്റി ആണെന്നും ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത്, ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ സ്വപ്നങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെന്നാണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി, ഈ ബാധ്യത നിങ്ങൾക്ക് തീർക്കണം, എന്നാണ് നിങ്ങൾ തീർക്കാനായിട്ട് പോകുന്നത്? ഒരു എക്സാമ്പിൾ പറയാം. ഒരു 6 ലക്ഷം രൂപ, ഇതാണ്
നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ട തുക. 6 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കൽ നടക്കത്തില്ല. കാറ് മേടിക്കണമെങ്കിൽ വേണമെങ്കിൽ മേടിക്കാം, 2 വീലർ വേണമെങ്കിൽ മേടിക്കാം, നിങ്ങളുടെ ബാധ്യത വേണമെങ്കിൽ തീർക്കാം. ഒരു എക്സാമ്പിളായിട്ട് 6 ലക്ഷം രൂപ എന്നുള്ളത് നമുക്ക് എടുക്കാം. ഈ 6 ലക്ഷം രൂപ 50,000 രൂപ ഒരു മാസം വരുമാനം കിട്ടുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് അതിനെ ഒരു ദിവസത്തേക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1666 പോയിന്റ് ഞാൻ മാറ്റി റൗണ്ട് ചെയ്യുന്നു, 1667 രൂപ പെർ ഡേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളത് മണിക്കൂറുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 208 രൂപ പെർ അവർ. ഒരു മണിക്കൂറിൽ 208 രൂപ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് 6 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ലയബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ പണിയെടുത്തിട്ട് വേണം നമുക്ക് പൂർത്തീകരിക്കാൻ, അല്ലേ? അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. ഇതിൽ 50,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 6 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എങ്ങനെ പോയാലും ജീവിത ചെലവുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ടു ഡേ എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഈ ദിവസങ്ങളിലെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഒരു 3 ആഴ്ച മുന്നേ വരെ നമുക്ക് ഒരു 300 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 350 രൂപ ഉണ്ടെങ്കിൽ, ഒരു 4 പേരടങ്ങുന്ന, അതായത് അച്ഛനും അമ്മയും 2 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തിലേക്കുള്ള പച്ചക്കറികൾ ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ദിവസം നമുക്ക് അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ പച്ചക്കറി മേടിച്ച് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു 500 രൂപയ്ക്ക് അടുത്തെങ്കിലും വന്നിട്ടുണ്ടാവും പച്ചക്കറിയുടെ റേറ്റ്. കാരണം ഓരോ ദിവസവും നമ്മളുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് അതിനനുസരിച്ച് വരുമാനം കൂടുന്നുണ്ട്? അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്കും അതേപോലെ തന്നെ നിങ്ങൾ ലയബിലിറ്റിയിലേക്കും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും പോകേണ്ട പൈസയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസിലെ വർധനവ് മൂലം നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്വപ്നങ്ങൾ പലതും സ്വപ്നങ്ങളായിട്ട് തന്നെ നിലനിൽക്കും, ബാധ്യതകൾ പലതും ബാധ്യതകളായിട്ട് തന്നെ നിലനിൽക്കും. കാരണം റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇതാണ് പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും നടക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വരുമാനം ഈ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ ബിസിനസ്സുകാർ, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വരുമാനം. ഒരു ദിവസം എത്ര രൂപ നിങ്ങൾക്ക് വേണം, ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനത് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ചിരി തോന്നിയേക്കാം, പിന്നെ ഞാൻ എങ്ങനെ തീരുമാനിക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് അംബാനിയേക്കാൾ പണക്കാരനാവില്ലേ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാം. ഇന്ന് അംബാനിയേക്കാൾ പണക്കാരനാവില്ലേ എന്ന് ചിന്ത പോയിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നു, അംബാനി എന്ന് പറയുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു. ആ വ്യക്തിക്ക് ഇന്ന് ഇന്ത്യ എന്നല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ പറ്റിയിരുന്നെങ്കിൽ ആ വ്യക്തിയേക്കാൾ കഴിവുകളുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പ്രശ്നം ഇത്രയേ ഉള്ളൂ, ചിന്താഗതി. ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ബിസിനസ്സിൻ്റെതായ രീതിയിലൂടെ ചെയ്യണം. എനിക്കൊരു നിർമ്മാണം അറിയാം, എനിക്കൊരു കാര്യം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അത് ആവശ്യക്കാരെ കണ്ടെത്തി വിൽക്കാൻ അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വിജയിക്കുള്ളൂ. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചുകൊണ്ട് എങ്ങനെ യഥാർത്ഥ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്തണം. ഇതാണ് NRJയുടെ ദ ബിസിനസ് ടിപ്സിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയൊരു ടോപ്പിക്കുകളും ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റുകൾ വർദ്ധിപ്പിക്കാം, എങ്ങനെയാണ് ഒരു സംരംഭം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ
കൃത്യമായ കാര്യങ്ങൾ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾ അയക്കുന്ന കമൻസിനെ ബേസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.